بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون صدق الله مولانا العظيم وجادوا بأموالهم وباعوا نفوسهم لدين الهدى في كل موطن غزوتي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم هم الرجال بلا هم الجبال بلا كالدهر في همة بل سادة كبرى مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم الله നമ്മുടെ ഒത്തുചേരൽ നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. ആമുഖമായി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തുന്നു, കഴിഞ്ഞ കാലങ്ങളിലുള്ള ചരിത്രങ്ങൾ, ഇന്നലകളിലെ ചരിത്രങ്ങൾ നമ്മൾ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ ലോകത്ത് 15,000-ലേറെ വലിയ വലിയ യുദ്ധങ്ങൾക്ക് ഈ ലോകം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അറിയുമോ നിങ്ങൾക്ക്? ഒന്നാം ലോക മഹായുദ്ധം 33 രാഷ്ട്രങ്ങൾ പങ്കെടുത്ത ഒന്നാം ലോക മഹായുദ്ധങ്ങളിൽ 140 ലക്ഷം ജനങ്ങളാണ് മരിച്ചു വീണത്. അതിനുശേഷം നടന്ന രണ്ടാം ലോക മഹായുദ്ധത്തിൽ 62 രാഷ്ട്രങ്ങൾ പങ്കെടുത്തപ്പോൾ 5 കോടി മനുഷ്യരാണ് മരിച്ചു വീണത്. അത് തന്നെ സോവിയറ്റ് യൂണിയൻ പക്ഷത്തിൽ നിന്ന് മാത്രം. എന്റെ പ്രിയപ്പെട്ടവർ, അവസാനിക്കുന്നില്ല. വിയറ്റ്നാം യുദ്ധം നമുക്കറിയാം. ആ യുദ്ധത്തിൽ 20 ലക്ഷം ജനങ്ങളാണ് മരിച്ചു വീണിട്ടുള്ളത്. നമുക്കറിയാം, ഇന്നലകളിൽ, കഴിഞ്ഞ കാലങ്ങളിൽ, സമീപകാലങ്ങളിൽ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ടപ്പോൾ അതിന്റെ പേരിൽ അമേരിക്ക ഇറാഖിലും ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും നടത്തിയ നരനായാട്ട്, സുബ്ഹാനല്ലാഹ്, ആ വിഷയത്തിൽ എത്ര ആളുകളാണ് മരിച്ചുവിടുന്നറിയോ നിങ്ങൾക്ക്? ലക്ഷക്കണക്കിന് ആളുകളാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു, ഇന്ന് ഔദ്യോഗികമായ കണക്കനുസരിച്ച് 6 കോടിയോളം അഭയാർത്ഥികൾ ഇന്ന് വീടില്ലാതെ, ഭക്ഷണമില്ലാതെ, വസ്ത്രമില്ലാതെ നരകതുല്യമായ ജീവിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാമിന്റെ പക്ഷത്തല്ല. പലപ്പോഴും ഇസ്ലാമിന്റെ എതിർപക്ഷത്ത് നടന്ന യുദ്ധങ്ങൾ, ഒന്നാം ലോക മഹായുദ്ധത്തെ പോലെ, രണ്ടാം ലോക മഹായുദ്ധത്തെ പോലെ, കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ, ഈ യുദ്ധങ്ങളിലൊക്കെ മരിച്ചു വീണത് കോടിക്കണക്കിന് ജനങ്ങളാണെങ്കിൽ അറിയുമോ നിങ്ങൾക്ക്? ഇസ്ലാമിക ലോകത്ത് അരങ്ങേറിയ യുദ്ധങ്ങൾ, അത് ബദറാണെങ്കിലും ഉഹുദാണെങ്കിലും ഖന്തഖാണെങ്കിലും ഇനി മറ്റേത് യുദ്ധങ്ങളാണെങ്കിലും, the total number of killed person in all Muslim wars
only 1080. എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക ലോകത്ത് നടന്ന മൊത്തം യുദ്ധത്തിൽ ശത്രുപക്ഷത്തിൽ നിന്നും മുസ്ലിം പക്ഷത്തിൽ നിന്നും മരിച്ചു വീണത് കേവലം 1018 ആളുകൾ മാത്രമാണ്. 1018 ആളുകൾ മാത്രമാണ് മരിച്ചു വീണിട്ടുള്ളത്. അത് തന്നെ എവിടെയും ഇസ്ലാം യുദ്ധങ്ങൾക്ക് മുന്നോട്ട് വന്നിട്ടില്ല. ഇസ്ലാം യുദ്ധത്തിന് പ്രോത്സാഹനം നൽകുന്ന മതവുമില്ല. പിന്നെങ്ങനെയാണ് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ശത്രുക്കൾ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി യുദ്ധങ്ങൾ കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. സുബ്ഹാനല്ലാഹ്, മുസ്ലിമീങ്ങളെ അതാ ഭൂലോകത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി ശത്രുക്കൾ ഇങ്ങോട്ട് പ്രതിജ്ഞയെടുത്ത് വന്നപ്പോൾ മുസ്ലിമീങ്ങൾ പ്രതിരോധം തീർത്തതാണ്. അല്ലാതെ മുസ്ലിമീങ്ങൾ യുദ്ധത്തിലേക്ക് എടുത്തു ചാടിയിട്ടില്ല. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്, ശാന്തിയുടെ മതമാണ്. മക്കയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ വിശ്വസിച്ച ഏകദേശം വരുന്ന കുറഞ്ഞ സ്വഹാബത്തും അതാ അവരെ ക്രൂരമായ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയമാക്കിയപ്പോൾ സമാധാനത്തിന് വേണ്ടിയിട്ട്, സ്വന്തം ശരീരത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടിയിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യുകയാ. ആ സമയത്ത് മുസ്ലിമീങ്ങളുടെ സമ്പത്തും അവരുടെ വീടും അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കളും മുഴുവനും മക്കയിൽ അവരുടെ സ്വദേശത്ത് ഉപേക്ഷിച്ചിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ക്രൂരമായ മർദ്ദനങ്ങൾക്ക് മുസ്ലിമീങ്ങളെ വിധേയമാക്കുമ്പോ അവിടെ സമ്പത്ത് വാരിയെടുക്കുകയോ സമ്പത്ത് പോക്കറ്റിലിടുകയോ അതും കൊണ്ടുപോകാനുള്ള അവസരങ്ങളില്ല. കിട്ടിയ ജീവനുമായി മദീനയിലേക്ക് പലായനം ചെയ്യുകയാ. പക്ഷേ മദീനയിലെത്തിയിട്ടും ഖുറൈശികൾ ഒളിഞ്ഞും തെളിഞ്ഞും മുസ്ലിമീങ്ങളെ ആക്രമിക്കുകയാ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്തും ആ വാർത്ത കേട്ടത്. മക്കയിൽ മുസ്ലിമീങ്ങൾ ഉപേക്ഷിച്ചു പോയ സമ്പത്ത് മുഴുവനും എടുത്തിട്ട് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഷാമിൽ നിന്ന് അതാ ഒരു വലിയ കച്ചവട സംഘം മടങ്ങി വരികയാണ്. ആ കച്ചവട സമ്പത്തിന്റെ ബെനിഫിറ്റ്, അതിന്റെ ഔട്ട്പുട്ട്, അത് മുഴുവനും മുസ്ലിമീങ്ങൾ ഉപേക്ഷിച്ചു പോയ സമ്പത്താണ്. അബൂ സുഫിയാനും അവരുടെ പാർട്ടിക്കാരും മക്കയിലെത്തിയാൽ അവരുടെ കച്ചവടത്തിൽ നിന്ന് ലഭിച്ച സമ്പത്തിന്റെ സിംഹഭാഗം അവർ ഉപയോഗപ്പെടുത്തുക മുസ്ലിമീങ്ങളെ എതിർക്കാനും തകർക്കാനുമാണ്. അതുകൊണ്ട് സ്വന്തം സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, സ്വന്തം സമ്പത്ത് ആർജിക്കുന്നതിന് വേണ്ടിയിട്ട്, അവകാശങ്ങൾ ആർജിക്കുന്നതിന് വേണ്ടിയിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ ഏകദേശം വരുന്ന 313 സ്വഹാബത്തും അതാ അബൂ സുഫിയാന്റെ ആ കച്ചവട സംഘം തടഞ്ഞു വെച്ച് മുസ്ലിമീങ്ങൾക്ക് അർഹതപ്പെട്ട സമ്പത്ത് വാങ്ങുന്നതിന് വേണ്ടി പുറപ്പെട്ടതാണ്. മുസ്ലിമീങ്ങൾ യുദ്ധത്തിന് പുറപ്പെട്ടിട്ടില്ല. അപ്പോഴേക്കും ഈ മെസ്സേജ് അബൂ സുഫിയാനും കൂട്ടരും അറിഞ്ഞു. അത് മക്കയിലേക്ക് പാസ് ചെയ്യുകയാ. അപ്പോഴേക്കും അബൂ ജഹലിന്റെ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങളെ ഈ ഭൂലോകത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകളെ സംഘടിപ്പിച്ച് സർവ്വസായുധ സജ്ജരായി മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു. മുസ്ലിമീങ്ങൾ യുദ്ധത്തിന് പോയതല്ല. അബൂ സുഫിയാനും പാർട്ടിക്കാരും അതാ കടലോര മേഖലയിലൂടെ വഴിതിരിച്ചു വിട്ട് മക്കയിലെത്തുന്നു. അബൂ സുഫിയാൻ പറഞ്ഞു, ഇനി ആക്രമിക്കേണ്ടതില്ല, മുസ്ലിമീങ്ങൾ ആക്രമിക്കേണ്ടതില്ല, കാരണം നമ്മുടെ കച്ചവട സംഘം ഇപ്പോൾ മക്കയിൽ എത്തി തുടങ്ങി. പക്ഷേ ഖുറൈശികളുടെ തലവനായ അബൂ ജഹൽ പറഞ്ഞു, പറ്റില്ല, അതേ മുസ്ലിമീങ്ങളെ ഈ ഭൂലോകത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്തിട്ടേ അടങ്ങി നിൽക്കുകയുള്ളൂ എന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ട് ഖുറൈശികളെ മുഴുവനും അതാ യുദ്ധത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ആയിരക്കണക്കിന് ശത്രുക്കൾ സർവ്വസായുധ സജ്ജരായി അതാ ബദറിലേക്ക് കടന്നു വരികയാണ്. അബൂ ജഹൽ പ്രഖ്യാപിക്കുകയാണ്, യുദ്ധത്തിന്റെ വിഷയത്തിൽ നമ്മൾ ഒരിക്കലും പിന്നോട്ട് വരാൻ പാടില്ല. നല്ലവണ്ണം ആയുധം വേണം, ഒട്ടകങ്ങൾ വേണം, കുതിരകൾ വേണം, മൂർച്ചയുള്ള വാളുകൾ വേണം, സംഗീതം വേണം, ബാൻഡ് വേണം, ദഫ് വേണം, മദ്യപിക്കാൻ ഇഷ്ടം പോലെ മദ്യങ്ങൾ വേണം. അങ്ങനെ പെണ്ണുങ്ങളെയും മദ്യവും ഒക്കെ എല്ലാം തയ്യാറാക്കി ഒരുപാട് ഓഫറുകൾ പ്രഖ്യാപിച്ച് ആയിരക്കണക്കിന് ആളുകളുമായി അബൂ ജഹലും പാർട്ടിയും ബദറിലേക്ക് കടന്നു വരികയാണ്. അബൂ ജഹൽ പ്രഖ്യാപിക്കുന്നു, അതേ
നമ്മുടെ ഈ യുദ്ധം ലോകത്ത് അറിയപ്പെട്ട യുദ്ധമാവണം. പിൻകാലത്ത് വരുന്ന ആളുകൾ നമ്മെപ്പറ്റി പറയണം, അതേ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന യുദ്ധമാവണം, നമുക്ക് അനുകൂലമാകുന്ന യുദ്ധമാകണമെന്നുള്ള പ്രഖ്യാപനം നടത്തി. അഹങ്കാരത്തോടുകൂടെ ധിക്കാരത്തോടുകൂടെ മുസ്ലിമീങ്ങളെ തകർക്കാൻ വേണ്ടി അതാ ബദറിലേക്ക് കടന്നു വരികയാണ്. മുസ്ലിം പക്ഷത്ത് പാവപ്പെട്ട മുസ്ലിമീങ്ങളാ, ഭക്ഷണങ്ങളില്ല, അവർ നടന്ന് ക്ഷീണിച്ചവരാ, അവർക്ക് വാഹനങ്ങളില്ല, കഴിക്കാൻ വേണ്ടത്ര ഭക്ഷണങ്ങളില്ല, എല്ലാവരും ക്ഷീണിച്ചിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സർവസായുധ സജ്ജരായ ശത്രുപക്ഷം മുന്നിൽ ഇങ്ങനെ നിന്നപ്പോ ഈ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ അവസ്ഥ ഓർത്തിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. മുസ്ലിം പക്ഷം സഫായി നിൽക്കുകയാണ്. അവിടെയാണ് ഹബീബായ തങ്ങൾ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ, ഈ ന്യൂനപക്ഷത്തെ സഹായിച്ചിട്ടില്ലെങ്കിൽ നിന്നെ ആരാധിക്കപ്പെടാൻ ഈ ഭൂലോകത്ത് ആരും ഉണ്ടാവുകയില്ല എന്ന് തുടങ്ങി അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോ ബഹുമാനപ്പെട്ട മിഖ്ദാദ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. മിഖ്ദാദ് തങ്ങൾ കടന്നു വന്നിട്ട് നബിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നബിയെ, ദുആ മതി, ദുആ മതി. ഞങ്ങൾ ഒരിക്കലും മൂസാ നബിയുടെ ജനത പറഞ്ഞതുപോലെ ഞങ്ങൾ പറയൂല. എന്താണ് മൂസാ നബിയുടെ ജനത പറഞ്ഞത്? കമാ ഖാല ഖൗമു മൂസാ ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ. എടോ മൂസേ, നീയും നിന്റെ റബ്ബും വേണമെങ്കിൽ പോയി യുദ്ധം ചെയ്തോ, ഞങ്ങളെ കിട്ടുകയില്ല എന്ന് ഒരു പ്രതിസന്ധി വന്ന സമയത്ത് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനത പ്രിയപ്പെട്ട മൂസാ നബിയോട് പ്രതികരിച്ചതുപോലെ നബിയേ, ഞങ്ങൾ പ്രതികരിക്കൂല നബിയേ. ولكننا نقاتل عن يمينك وعن شمالك وعن بين يديك وخلفك. നബിയെ, അവിടുത്തെ മുന്നിലും പിന്നിലും വലതും ഇടതും ചേർന്ന് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ റെഡിയാണ് നബിയേ. മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ധീരമായ പ്രഖ്യാപനം കേട്ടപ്പോ ഹബീബിന്റെ മുഖമങ്ങ് വെളുത്തുപോയി, മുത്തുനബിയുടെ മുഖമങ്ങ് പ്രകാശിച്ചുപോയി. നബിതങ്ങൾ പ്രഖ്യാപിച്ചു, ഒന്നല്ലെങ്കിൽ നമുക്ക് വിജയമാണ്. ഇനി നമ്മൾ വഫാത്തായി പോയാൽ, മരിച്ചു പോയാൽ, ഈ യുദ്ധത്തിൽ ഷഹീദായാൽ നമുക്ക് കിട്ടുന്നത് സ്വർഗമാണ്, നമുക്കൊരിക്കലും നഷ്ടമില്ല. ഈ പ്രഖ്യാപനം അങ്ങ് കേട്ടപ്പോൾ, ഈ പ്രഖ്യാപനം കേട്ടപ്പോ ഒന്നല്ലെങ്കിൽ വിജയം, അല്ലെങ്കിൽ രക്തസാക്ഷിത്വം, മുസ്ലിമീങ്ങൾക്ക് പരാജയമില്ല എന്നുള്ള യാഥാർത്ഥ്യം ഹബീബിന്റെ വായയിൽ നിന്നങ്ങ് വീണപ്പോൾ അറിയുമോ നിങ്ങൾക്ക്? ബഹുമാനപ്പെട്ട ഉമൈർ ബിനുൽ ഹമ്മാം റളിയല്ലാഹു അൻഹു അവിടുത്തെ കയ്യിലുള്ള കാരക്ക വലിച്ചെറിയുകയാണ്. തിന്നുകൊണ്ടിരിക്കുന്ന കാരക്ക വലിച്ചെറിഞ്ഞിട്ട് അവിടുന്ന് പറയാണ്, ഇൻ ഹയ്യൈതു ഹത്താ ആകുല തംറാതി ഹാദിഹി, എന്റെ കയ്യിലുള്ള ഈ കാരക്ക മുഴുവനും ഞാൻ തിന്നുകയാണെങ്കിൽ ഇന്നഹാല ഹയാത്തുൻ തവീലാ, അത് വലിയ നീണ്ട ജീവിതമായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് കയ്യിലുള്ള കാരക്കകളെന്ന് വലിച്ചെറിഞ്ഞിട്ട് അവിടുന്ന് ധീരമായി യുദ്ധം ചെയ്യുകയാണ്. അവിടുന്ന് ഷഹീദായി വീഴുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതാ അവിടുന്ന് ഷഹീദായി വീണു. ബദർ യുദ്ധത്തിൽ ആദ്യത്തെ ഷഹീദാണ് ബഹുമാനപ്പെട്ട ഉമൈർ ബിനുൽ ഹമ്മാം റളിയല്ലാഹു അൻഹു. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ശത്രുക്കൾ മുസ്ലിം പക്ഷത്തിലേക്ക് നോക്കിയപ്പോ മുസ്ലിമീങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അവർക്കൊരു വല്ലാത്ത പ്രതീക്ഷ, എന്തായാലും നമ്മൾ ഈ യുദ്ധത്തിൽ ജയിക്കുമെന്ന്. പക്ഷേ മുസ്ലിമീങ്ങളുടെ ഈമാനിക വീര്യം കൊണ്ട്, ആദർശബോധം കൊണ്ട്, അവരുടെ ശരീരവും സമ്പത്തും എല്ലാം അല്ലാഹുവിന്റെ ദീനിന് സമർപ്പിക്കാൻ ഒരുക്കമായി. എന്ത് പ്രതിസന്ധികൾ വന്നാലും, ജീവൻ തന്നെ ബലി കൊടുക്കേണ്ടി വന്നാലും ഇല്ല, രണാങ്കണത്തിൽ നിന്ന് പിന്നോട്ട് മാറി നിൽക്കില്ല. ഞങ്ങൾ ന്യൂനപക്ഷമാണെങ്കിലും യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ഈമാനികമായ ആവേശമങ്ങ് കടന്നു വന്നപ്പോൾ, യുദ്ധമങ്ങ് കൊടുമ്പിരി കൊണ്ടപ്പോൾ അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള പ്രത്യേകമായ സഹായം ബദറിലങ്ങ് ഇറങ്ങുകയാണ്.
അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രഖ്യാപനമാ. ബദർ യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിശക്തമായ കാറ്റടിച്ച് വീശുകയാ. അറിയുമോ നിങ്ങൾക്ക് ആ കാറ്റിന്റെ വിഷയമെന്താ? ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് മലക്കുകളാണ് ബദറിൽ ഇറങ്ങിയത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും അതിശക്തമായ കാറ്റടിക്കുകയാ. ബഹുമാനപ്പെട്ട മീകായിൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ വീണ്ടും ആയിരക്കണക്കിന് മലക്കുകൾ അങ്ങ് ബദറിലേക്ക് ഇറങ്ങുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും അതിശക്തമായ കാറ്റടിച്ച് വീശുന്നു. ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ വീണ്ടും ബദറിലേക്ക് മലക്കുകൾ അങ്ങ് ഇറങ്ങുകയാ. മുസ്ലിമീങ്ങൾക്ക് ആകെയുള്ളത് 2 കുതിരയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ശത്രുക്കൾക്ക് 700ഓളം കുതിരകളാ. മുസ്ലിമീങ്ങൾക്ക് ആകെയുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ 8 വാളുകളാ, 6 പടയങ്കികളാ. അവരൊക്കെ ക്ഷീണിച്ചവരാ. പക്ഷേ ശത്രുക്കൾക്ക് അങ്ങനെയല്ല. ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടെങ്കിൽ 700ഓളം ഒട്ടകങ്ങളുണ്ട്, 100ഓളം കുതിരകളുണ്ട്, 600ഓളം പടയങ്കികളുണ്ട്. അതേ, നല്ല സ്ഥലങ്ങളൊക്കെ നോക്കി എല്ലാം പഠിച്ചു ഒരുങ്ങി വന്നവരാണെങ്കിൽ അതാ ഈമാൻ എന്ന് പറയുന്ന ഒരു വിഷയത്തിന്റെ മുമ്പിൽ, അവരുടെ അചഞ്ചലമായ വിശ്വാസത്തിന്റെ മുന്നിൽ ശത്രുക്കളുടെ കുതന്ത്രങ്ങളൊന്നും വിലപ്പോകുന്നില്ല. അല്ലാഹു മലക്കുകളെ ഇറക്കി സഹായിക്കുകയാണ്. യുദ്ധം തുടങ്ങുമ്പോൾ മുസ്ലിം പക്ഷത്ത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ യുദ്ധം അങ്ങ് കൊടുമ്പിരി കൊണ്ടപ്പോൾ മുസ്ലിം പക്ഷത്ത് ഇരട്ടി ആളുകളാ. അല്ലാഹു മലക്കുകളെ ഇറക്കി കൊടുത്തു. ബദറങ്ങ് ഫതഹാക്കി കൊടുത്തു പോയി. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അറിയുമോ നിങ്ങൾക്ക്? അതാ അബുൽ യസ്ർ എന്ന് പറയുന്ന ബദരീകളിൽപ്പെട്ട ഒരു വ്യക്തിത്വമുണ്ട്. വളരെ മെലിഞ്ഞ മനുഷ്യനാ, ആരോഗ്യം കുറഞ്ഞ വ്യക്തിത്വമാണ്. ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം കൂട്ടുകാര് ചോദിക്കുകയാണ്, അബുൽ യസ്ർ തങ്ങളോട് ചോദിക്കുകയാ, അല്ലയോ അബുൽ യസ്ർ തങ്ങളെ, അവിടുന്ന് മെലിഞ്ഞൊരു വ്യക്തിയല്ലേ, ക്ഷീണിച്ചൊരു വ്യക്തിയല്ലേ, എങ്ങനെയാണ് ശത്രുപക്ഷത്തിലുള്ള അബ്ബാസ് എന്ന് പറയുന്ന ആ വലിയ തടിമാടനെ എങ്ങനെയാണ് നിങ്ങൾ പിടിച്ചു കെട്ടിയിട്ടുള്ളത്? നിങ്ങൾ ഈ ചെറിയ മനുഷ്യനെ, ആ വലിയ മനുഷ്യനെ എങ്ങനെയാണ് പിടിച്ചു കെട്ടാൻ കഴിഞ്ഞത് എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ബദരീകളിൽപ്പെട്ട അബുൽ യസ്ർ തങ്ങൾ പറയുകയാ, ഞാൻ അബ്ബാസ് എന്ന് പറയുന്ന തടിമാടനെ പിടിച്ചു കെട്ടാൻ ശ്രമിക്കുമ്പോ ഞാൻ അറിയാത്ത ഒരാൾ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു പോയി. നബി തങ്ങൾ ഇത് കേട്ടപ്പോ പറഞ്ഞു, അബുൽ യസ്ർ തങ്ങളെ, അത് അല്ലാഹു ഇറക്കിയ മലക്കാണ് കേട്ടോ. അവസാനിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു ബദരീകളിൽപ്പെട്ട ഒരു മഹാനാണ്. അവിടുന്ന് പറയുന്നു, ഞാൻ എന്റെ വാളുകൊണ്ട് ശത്രുക്കളുടെ തലവെട്ടാൻ വേണ്ടി വാളുകൊണ്ട് ഇങ്ങനെ ഓങ്ങുന്ന സമയമായപ്പോഴേക്കും ശത്രുവിന്റെ തല തെറിച്ചു പോകുന്നു. ഞാൻ വാള് പൊക്കുമ്പോഴേക്കും ശത്രുവിന്റെ തല തെറിച്ചു പോകുന്നതാണ് കാണുന്നത്. അതേ, യഥാർത്ഥത്തിൽ വെട്ടുന്നത് അല്ലാഹുവിന്റെ മലക്കുകളാ. ബഹുമാനപ്പെട്ട ഉക്കാശ റളിയല്ലാഹു അൻഹു ധീരമായി യുദ്ധം ചെയ്യുകയാ. അവിടുന്ന് ഇങ്ങനെ ശത്രുവിനെ വെട്ടുന്ന സമയത്ത് അവിടുത്തെ കയ്യിലുള്ള വാളങ്ങ് പൊട്ടിപ്പോയപ്പോ നബിയോട് പറഞ്ഞു, നബിയേ, എന്റെ വാള് മുറിഞ്ഞുപോയി നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനടി ഒരു മരക്കഷ്ണം എടുത്തിട്ട് ബഹുമാനപ്പെട്ട ഉക്കാശ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലങ്ങ് കൊടുക്കുന്നു. ഉക്കാശ റളിയല്ലാഹു അൻഹു ആ വാള് പിടിച്ച് വെട്ടാൻ വേണ്ടി ആ മരക്കഷ്ണം പിടിച്ച് വെട്ടാൻ ഒരുങ്ങുന്ന സമയത്ത് ആ മരക്കഷ്ണം ഒരു വാളായി പരിവർത്തനപ്പെടുന്നു, ഒരു വാളായി മാറുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ലാ. തീർച്ചയായും അല്ലയോ മുസ്ലിമീങ്ങളെ, നിങ്ങൾ ന്യൂനപക്ഷമായിട്ട് പോലും അല്ലാഹു നിങ്ങളെ ബദറിൽ സഹായിച്ചില്ലേ. ഫത്തഖുല്ലാഹ്, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ
നന്ദിയുള്ളവരാവാൻ വേണ്ടി. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അറിയുമോ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട മുആദ് ബിൻ അംർ ബിനുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ഒളിഞ്ഞും തെളിഞ്ഞും അബൂജഹലിനെ നോട്ടമിടുകയാ. ആരാണ് അബൂജഹൽ? ഖുറൈശികളുടെ ഏറ്റവും വലിയ ലീഡറാ. അങ്ങനെ അബൂജഹലിനെ കണ്ടപ്പോ ഒളിഞ്ഞും തെളിഞ്ഞും അബൂജഹലിനെ വകവരുത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട മുആദ് ബിൻ അംർ ബിനുൽ ജമൂഹ് തങ്ങൾ വന്നപ്പോ അതാ അബൂജഹലിന്റെ ആളുകൾ ബഹുമാനപ്പെട്ട മുആദ് തങ്ങളെ അങ്ങ് ഓട്ടി അകറ്റുകയാ, വിദൂരത്തേക്ക് അകറ്റി നിർത്തുകയാ. പക്ഷേ മുആദ് തങ്ങൾ അടങ്ങി നിന്നില്ല. വീണ്ടും അവസരങ്ങൾ കാത്തു നിന്നിട്ട് അബൂജഹലിന്റെ കാലിന് നോക്കി ഒരു വെട്ട് കൊടുക്കുകയാ. അപ്പോൾ അബൂജഹലിന്റെ മകനായ ഇക്രിമ വെറുതെ വിട്ടില്ല. ബഹുമാനപ്പെട്ട മുആദ് ബിൻ അംർ ബിനുൽ ജമൂഹ് തങ്ങളുടെ കൈയിന് നോക്കി അതാ അബൂജഹലിന്റെ മകൻ ഉപ്പയുടെ കാലിന് വെട്ടിയതിനു പ്രതികാരമായി ബഹുമാനപ്പെട്ട മുആദ് ബിൻ അംർ ബിനുൽ ജമൂഹ് തങ്ങളുടെ കൈയിനങ്ങ് വെട്ടുകയാ. അവിടുത്തെ തോളം കൈ തൂങ്ങി നിൽക്കുകയാ. അവിടുത്തെ കൈയിന് വെട്ടുകൊണ്ടിട്ടും യുദ്ധക്കളത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. വീണ്ടും ധീരമായി യുദ്ധം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുആദ് തങ്ങള് യുദ്ധം ചെയ്യുന്ന സമയത്ത് ഈ തൂങ്ങി നിൽക്കുന്ന കൈ ഒരു തടസ്സമായി അനുഭവപ്പെടുകയാ. ആ സമയത്ത് സ്വന്തം കാലുകൊണ്ട് കൈ നിലത്ത് വെച്ചിട്ട് അങ്ങ് ചവിട്ടി തന്റെ തടസ്സം നിൽക്കുന്ന യുദ്ധത്തിന് തടസ്സം നിൽക്കുന്ന കൈ പറിച്ചു വലിച്ചെറിഞ്ഞിട്ട് വീണ്ടും യുദ്ധക്കളത്തിലേക്ക് ചീറിപ്പായുന്ന ബഹുമാനപ്പെട്ട മുആദ് ബിൻ അംർ ബിനുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബദർ നമുക്ക് നൽകുന്ന പാഠമെന്താണ്? ആയുധം കൊണ്ടല്ല വിജയിക്കേണ്ടത്, സമ്പത്ത് കൊണ്ടല്ല വിജയിക്കേണ്ടത്, ആൾക്കൂട്ടങ്ങളെ കൊണ്ടല്ല വിജയിക്കേണ്ടത്. മുസ്ലിമിന്റെ വിജയം അത് അവന്റെ ഹൃദയങ്ങളിൽ നിന്ന് കടന്നു വരുന്ന പരിശുദ്ധമായ ഈമാനാണ്. അചഞ്ചലമായ വിശ്വാസമുണ്ടോ? തകർക്കപ്പെടാൻ കഴിയാത്ത വിശ്വാസമുണ്ടോ? ശത്രുക്കൾ ഒരു പ്രശ്നമല്ല, പ്രതിബന്ധങ്ങൾ ഒരു പ്രശ്നമല്ല. എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്ത് തരിപ്പണമാക്കാൻ ഈമാൻ കൊണ്ട് കഴിയുകയാണ്. അല്ലാഹു ബദരീകളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മജ്‌ലിസിനെ ഖബൂൽ ചെയ്യട്ടെ. വജാദു ബി അംവാലിം വബഉദു ഫുസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതിനി ഗസ്വതി മൗലായ സ്വല്ലി വസല്ലം. ഹുമുർ റിജാലു ബലാ ഹുമുൽ ജിബാലു ബലാ കദ്ദഗിരി ഫീ ഹിമ്മത്തിൻ ബൽ സാദത്തുൻ കുബറാ സ്വലാത്തും വ തസ്ലീമും. ശത്രുപക്ഷത്തിലെ വലിയ വലിയ നേതാക്കന്മാരാകുന്ന ഉത്ബത്തും ശൈബത്തും അബൂജഹലടക്കം യുദ്ധക്കളത്തിലങ്ങ് മരിച്ചു വീണപ്പോൾ പിന്നെ ശത്രുക്കൾ ജീവനും കൊണ്ട് ഓടുകയാണ് ചെയ്തത്. മുസ്ലിം പക്ഷത്തിൽ നിന്ന് കേവലം 14 ആളുകൾ മാത്രം രക്തസാക്ഷികളാകുമ്പോൾ ശത്രുപക്ഷത്ത് 70ഓളം ആളുകൾ മരിച്ചു വീണു. 70ഓളം ആളുകളെ തടവ് പുള്ളികളായി പിടിച്ചുകെട്ടി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധം അവസാനിച്ചപ്പോ അവിടുത്തെ സ്വഹാബത്തിന് നൽകിയ നിർദ്ദേശം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിച്ചു വെക്കണം. നബി തങ്ങൾ പറഞ്ഞു സ്വഹാബത്തിനോട്, അല്ലയോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ പിടിച്ചു വെച്ച 70ഓളം വരുന്ന തടവ് പുള്ളികളോട് നിങ്ങൾ മാന്യമായി പെരുമാറണം. നമ്മൾ യുദ്ധം തുടങ്ങി വെച്ചതല്ല, യുദ്ധം തുടങ്ങി വെച്ചത് അവരാണ്. പക്ഷേ ഈ ശത്രുക്കളോട് മാന്യമായി നിങ്ങൾ പെരുമാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രഖ്യാപനം അങ്ങ് കേട്ട
കേട്ടപ്പോൾ എല്ലാ തടവ് പുള്ളികളോടും മാന്യമായിട്ടാണ് സ്വഹാബത്ത് പെരുമാറിയിട്ടുള്ളത്. ശത്രുപക്ഷത്തിൽ നിന്ന് പിടിക്കപ്പെട്ട അബൂ ഉസൈർ എന്ന് പറയുന്ന വ്യക്തി പറയുകയാണ്, അതാ ഈ സ്വഹാബിമാരുടെ മുസ്ലിമീങ്ങളുടെ അച്ചടക്കവും അവരുടെ സ്വഭാവവും കണ്ടിട്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. തടവ് പുള്ളികളായ ഞങ്ങൾക്ക് അവർക്ക് ലഭിക്കുന്ന മാന്യമായ ഭക്ഷണം നൽകുകയാണ്. പലപ്പോഴും മുസ്ലിമീങ്ങൾ കാരക്ക തിന്നിട്ട് ഈത്തപ്പഴം കൊണ്ട് മാത്രം ജീവൻ അടക്കി നിർത്തിയിട്ട് ഞങ്ങൾക്ക് നല്ല നല്ല ഭക്ഷണം തന്നിട്ട് അവരുടെ പ്രവാചകൻ കൊടുത്തു വിട്ടിരിക്കുന്ന അധ്യാപനങ്ങളെ ശിരസാവഹിച്ച് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കുകയാണ്, ഞങ്ങൾക്ക് ഭക്ഷണം നൽകുകയാണ്, ഞങ്ങൾക്ക് വേണ്ടത് മുഴുവനും നൽകുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എവിടെയാണ് ഇസ്ലാം? അത് സമാധാനത്തിന്റെ മതമാണ്. ശത്രുക്കളോട് പോലും മാന്യമായി പെരുമാറണമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. ഇത് ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും അത് എഴുതി വെച്ച യാഥാർത്ഥ്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ബദരീങ്ങൾ എന്നും നമുക്ക് കാവലാണ്. ബദരീങ്ങൾ എന്നും നമുക്ക് കാവലാണ്. ഇവിടെയാണ് നമ്മുടെ ഈ മജ്‌ലിസിന്റെ പ്രത്യേകത. എന്റെ പ്രിയപ്പെട്ടവരെ, 14 വർഷത്തോളമായി നമ്മുടെ കല്ലായി പള്ളിയിൽ എല്ലാ ഞായറാഴ്ച രാത്രി, അതേ തിങ്കളാഴ്ച രാവിൽ ഇവിടെ വലിയ അസ്മാഉൽ ബദറിന്റെ മജ്‌ലിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 100 കണക്കിന് ആളുകൾ ഇവിടെ സ്ഥിരമായി കടന്നു വരുന്നു. ആ മജ്‌ലിസ് സ്ഥിരമായി എല്ലാ ആഴ്ചയും മുടങ്ങാതെ, ഒരു പക്ഷേ കേരളത്തിൽ എല്ലാ ആഴ്ചയും മുടങ്ങാതെ നടക്കുന്ന ഒരു ബദർ മൗലിദ് ഉണ്ടെങ്കിൽ അത് ഒരു പക്ഷേ നമ്മുടെ കല്ലായി പള്ളിയിൽ നടക്കുന്ന ബദർ മൗലിദായിരിക്കും. അതുകൊണ്ട് തന്നെ എത്രയെത്ര നീറുന്ന പ്രശ്നങ്ങൾക്കാണ് നമ്മുടെ മജ്‌ലിസ് കൊണ്ട് പരിഹാരമായിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഈ നേർച്ച, ബദർ നേർച്ച, ഈ നേർച്ചയിലേക്ക് ഇവിടെ ആരോടും പിരിവ് ചോദിച്ചിട്ടില്ല, ആരോടും സംഭാവന ചോദിച്ചിട്ടില്ല. ഈ നേർച്ചയിലേക്ക് ആവശ്യമായിരിക്കുന്ന സംഭാവനകൾ മുഴുവനും വിശ്വാസികൾ കൊണ്ടുവന്നു കൊടുത്തതാണ്, ചോദിച്ചിട്ട് കൊണ്ടുവന്നതല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പള്ളിയുടെ മുന്നിൽ കെട്ടിയിരിക്കുന്ന ആടുകളുടെ കൂട്ടം എത്ര ആടുകളാണ്! എങ്ങനെയാണ് ആട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? രോഗം മാറിയാൽ കല്ലായി പള്ളിയിലെ ബദറിലേക്ക് ആടിനെ നേർച്ചയാക്കുകയാണ്. അങ്ങനെ രോഗം മാറിയതിന്റെ അടിസ്ഥാനത്തിൽ, ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരുപാട് ആടുകൾ ഇവിടെ വന്നിരിക്കുകയാണ്. സംഭാവനകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ബദർ, ഈ കല്ലായി പള്ളിയിൽ നടക്കുന്ന ഈ ബദർ നേർച്ചയ്ക്ക് ആരോടും സംഭാവനകൾ വാങ്ങാറില്ല. പിന്നെ നമ്മൾ സംഭാവനകൾ വാങ്ങാറുള്ളത് ഇവിടെ നടക്കുന്ന ദർസിന്റെ ചെലവിലേക്കാണ്, നമ്മുടെ പള്ളിയുടെ ചെലവിലേക്കാണ്. ഈ ബദർ നേർച്ചയിലേക്ക് ആരോടും സംഭാവന ചോദിച്ചിട്ടില്ല. സംഭാവനകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ, ക്യാൻസർ മാറിയതിന്റെ അടിസ്ഥാനത്തിൽ, ട്യൂമർ മാറിയതിന്റെ അടിസ്ഥാനത്തിൽ, മുഴകൾ അസ്തമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ വന്നു കൊടുക്കുന്ന കാശാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അത് ഈ നാട്ടുകാർക്കും ഈ സദസ്സിൽ സ്ഥിരമായി പങ്കെടുക്കുന്നവരും അതിന് സാക്ഷിയാണെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി, അല്ലാഹു നമ്മുടെ മജ്‌ലിസിനെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ദുആഇന് ഇജാബത്തുള്ള മജ്‌ലിസായി അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണോ എല്ലാം അല്ലാഹു ബദരീങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു പരിഹരിച്ച് ഇരുലോകത്തും അല്ലാഹു നമുക്ക് സമാധാനം നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.